എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ചിരിയുടെയും ചിന്തയുടെയും ശ്രീനിയുഗത്തിന് അന്ത്യം. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭയാണ് ശ്രീനി. 200-ലേറെ സിനിമകളിൽ അഭിനയിച്ച് 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് അന്ത്യമായത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ മേമ്പൊടിയോടെ അവതരിപ്പിക്കുവാൻ ശ്രീനിവാസന് സവിശേഷമായ കഴിവുണ്ടായിരുന്നു. തന്റെ സിനിമാ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ. 1976-ൽ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. 1984-ൽ ഓടരുതമ്മാവ ആളറിയുമെന്ന സിനിമയ്ക്ക് കഥയെഴുതി തിരക്കഥാരംഗത്തേക്ക് കടന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, ഗോളാന്തര വാർത്ത, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയെത്തും മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി. പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം നൽകിയ ഒരുക്കിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് സ്വന്തം സ്ഥാനമുറപ്പിച്ചു. അനുഭവങ്ങളുടെ ഖനികളിൽ നിന്ന് താൻ കുഴിച്ചെടുത്ത കൽക്കണ്ട കഷ്ണങ്ങൾ ആ പാട്യംകാരൻ നിർബന്ധപൂർവം സഹയാത്രികരെ കൊണ്ട് ഭക്ഷിപ്പിച്ചു. ചിലർക്കത് ആദ്യം കഴിച്ചു, പിന്നെ മധുരിച്ചു. പക്ഷേ ആ യാത്ര ഏറെ മനോഹരമായിരുന്നു. ആദ്യമായി സംവിധാനം ചെയ്ത വടക്ക് നോക്കി യന്ത്രത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. സന്ദേശത്തിന് 1991-ൽ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും, ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് 1998-ൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു. മഴയത്തു മുൻപേക്ക് 1995-ലെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും 2006-ൽ തകരച്ചണ്ടയ്ക്ക് പ്രത്യേക ജൂറി പുരസ്കാരവും ലഭിച്ചു. മുഖ്യധാരയിലൂടെ സഞ്ചരിക്കുമ്പോഴും കലാമേന്മയുടെ സമാന്തര ലോകത്തും ശ്രീനിവാസൻ എന്നുമുണ്ടായിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ തൃപ്പൂണിത്തുറ ഉദയംപേരൂരിന് സമീപമുള്ള കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. സിനിമാക്കാരും രാഷ്ട്രീയക്കാരും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങളുടെ കാശ് കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് സിനിമയുടെ പരിപാടി. രാഷ്ട്രീയക്കാർ മറ്റ് ചില കലാപരിപാടികളിലൂടെ ജനങ്ങളുടെ കാശ് കൈവശപ്പെടുത്തുന്നു. അരനൂറ്റാണ്ട് അരങ്ങുവാണ ബഹുമുഖ പ്രതിഭ, അബ്രപാളിയിലെ അമരക്കാരന് വിട. ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.